നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ കേരളം കാണൂ എന്ന സ്പെഷ്യൽ എപ്പിസോഡുമായി വയനാടിലായിരുന്നല്ലോ. ഇത്ര മനോഹരമായ വയനാട്. ഇന്ന് വയനാടിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാം. ചുരം കയറി മുകളിലെത്തുമ്പോൾ വയനാടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു മരമാണ് ചങ്ങലയിട്ട മരം, അതായത് ചെയിൻ ട്രീ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ചെയിൻ ട്രീയുടെ കുറിച്ചിട്ട് ധാരാളം കഥകളുണ്ട്. ഒരു പക്ഷേ ഇംഗ്ലീഷ് അധിനിവേശത്തിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയാണ്. കരിമണ്ടൻ എന്ന ഒരു ആദിവാസിയെ കൂട്ടുപിടിച്ചാണ് നമ്മൾ ഇംഗ്ലീഷുകാർ റോഡുണ്ടാക്കിയത്. ആ റോഡുണ്ടാക്കുന്ന അവസരത്തിൽ അന്നത്തെ ബ്രിട്ടീഷുകാരായ വൈസ്രോയി ആ റോഡുണ്ടാക്കുന്ന ആളിന് ഒരു വലിയ തുക സംഭാവനയായി നൽകാമെന്ന് പ്രഖ്യാപിച്ചു. ആ തുക കരിന്തണ്ടന് കിട്ടുമോ എന്ന് വിചാരിച്ച് അന്നത്തെ ആ ഇംഗ്ലീഷുകാരൻ ആ കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ആ മരണത്തിന് ശേഷം ഈ വളവിൽ എല്ലാ ദിവസവും ഒരു മരണം സർവ്വസാധാരണമായിരുന്നു. ഒടുവിൽ ഒരു സന്യാസി വന്ന് ഈ ചങ്ങലയിട്ട് കരിന്തണ്ടനെ ഇവിടെ തളച്ച് പൂജിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവായത് എന്നാണ് ഈ മരത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. എത്തിയിരിക്കുന്നത് വയനാടിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനായ പൂക്കോട് ലേക്കിലാണ്. വയനാടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പൂക്കോട് ലേക്ക്. ഈ പൂക്കോട് ലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലമുകളിൽ ഇത്രയും ഒരു ശുദ്ധജല തടാകവും, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശികളെ കൂടാതെ സ്വദേശികളും ഇവിടെ ധാരാളം അവർ ഫാമിലിയായിട്ട് വന്നിട്ട് ഈ ഹോളിഡേ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ബോട്ടിംഗ് മാത്രമല്ല, കുട്ടികൾക്കും ഇവിടെ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരമായാലും ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. ഇതാണ് പൂക്കോട് ശുദ്ധജല തടാകം. അപ്പോൾ ഈ തടാകം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഈ വയനാട് എത്താൻ വേണ്ടി ഭാരതപ്പുഴയുടെ തീരത്തുകൂടെയാണ് വന്നത്. ഭാരതപ്പുഴ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഒരു തുള്ളി വെള്ളമില്ലാതെ കിടക്കുന്ന, വറ്റി വരണ്ട് കിടക്കുന്ന ഭാരതപ്പുഴ. ഇവിടെ ഇത്രയും മലയുടെ മുകളിൽ ഇത്രയും ജലവും ഇത്രയും ശുദ്ധജല തടാകവും നിലനിൽക്കുന്നെങ്കിൽ അതിന് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അതിന് പ്രാധാന്യമെന്ന് തോന്നുന്നു. മരങ്ങളും
ഒന്നും വെട്ടിമുറിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി ഇതേപോലെ ഈ തടാകത്തെ കാത്തു സൂക്ഷിക്കുന്നത്. തടാകത്തിൽ വന്നപ്പോൾ മറ്റൊരു കാഴ്ച കാണാൻ പറ്റിയത്, മുമ്പൊക്കെ നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ ബോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് പരാതികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ സേഫായിട്ടുള്ള, എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് എല്ലാം കൊടുത്തിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ബോട്ട് റൈഡാണ് ഇവിടെ ഈ പൂക്കോട്ട് തടാകത്തിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ സൈഡുകളിലെല്ലാം കാണുന്നത്. ഈ തടാകം മാത്രമല്ല, ഈ മരങ്ങളെല്ലാം എന്തുമാത്രം സംരക്ഷിക്കുന്നു. അതുകൂടാതെ വന്യമൃഗങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വന്യമൃഗങ്ങളെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനുഷ്യരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ പ്രശ്നമായിട്ടാണ് നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൂക്കോട് ലേക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. കാരണം നമ്മുടെ നദികളെല്ലാം വറ്റി വരളുമ്പോൾ ഇത്ര വേനൽ ചൂടിലും ഈ തടാകം വറ്റുന്നില്ല. ഇത് നമ്മൾ ഓർക്കണം, എത്രയോ അടി ഉയരത്തിലാണ്, മല മുകളിലാണ്. എന്നിട്ട് വരെ ഈ തടാകത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ഇവിടെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. വയനാട് വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് തിരുനെല്ലി അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ അമ്പലത്തിലേക്കുള്ള യാത്രയിൽ വഴിയിൽ നിന്ന് മനസ്സിലായി ഇവിടെ ഏറ്റവും നല്ല ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ഇത് പല ടെലിവിഷൻ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഉണ്ണിയപ്പം കഴിച്ചിട്ടും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഉണ്ണിയപ്പം എന്താണ് മറ്റ് ഉണ്ണിയപ്പങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഉപയോഗിക്കുന്നത്? കുത്തരി. ഓക്കെ. ഇവിടെ തന്നെ ഇടിച്ചിട്ടാണ് എടുക്കുന്നതാണ്. ഈ മാവ് ഇവിടെ ഇടിച്ചുണ്ടാക്കുന്നതാണ്. ഓക്കെ. പിന്നെ വേറെ മായങ്ങളൊന്നും ചേർക്കുന്നില്ല. ഓക്കെ. പഴമാണ് ഉപയോഗിക്കുന്നത്. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏലക്ക, ജീരകം, നെയ്യെല്ലാം ചേർക്കാറുണ്ട്. തിരുനെല്ലി അമ്പലം ഇവിടെ വളരെ ദൂരമില്ലല്ലോ. ഈ അമ്പലവും ഇതുമായിട്ട് എന്താണ് ബന്ധം? അമ്പലത്തിന്റെ സ്ഥലമാണത്. അമ്പലം സ്ഥലം ഇവിടം വരെ ഉണ്ട്. അതാ ഈ സ്ഥലം കുറച്ച് സ്ഥലം അനുവദിച്ചു കൊടുത്താണ്. ഓക്കെ. വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിൽ അനുവദിച്ചു. ഇനി ആരെങ്കിലും വയനാട് വരെയാണെങ്കിൽ ഈ ഉണ്ണിയപ്പം ഇവിടെ നിന്ന് കഴിക്കാൻ മറക്കണ്ട. വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള തിരുനെല്ലി എന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്
നമ്മളെത്തിയിരിക്കുന്നത്. ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. പിതൃക്കൾക്ക് വേണ്ടി പുണ്യം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരവസരം ഒരുക്കുന്ന ഒരു ക്ഷേത്രമാണ്. അമ്പലത്തിൽ വന്നപ്പോൾ അമ്പലത്തിൻ്റെ മാനേജർ കിട്ടിയിട്ടുണ്ട്. എന്താണ് താങ്കൾ? പ്രേമേന്ദ്രൻ. നമ്മളിവിടെ യൂറോപ്പ് മലയാളി ജേണൽ എന്നുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലം വളരെ വളരെ പുരാതനമാണല്ലോ. ഉദ്ദേശം എത്ര വർഷം? ഒരു 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ്. ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണ്? മഹാവിഷ്ണുവാണ്. ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് ബ്രഹ്മാവാണ് ഈ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം? എന്താണ്? പരശുരാമൻ ശ്രീരാമൻ എന്നിവരെ പിതൃകർമ്മം ചെയ്തിട്ടുണ്ട്. പാവനാശിനിയാണ് ഏറ്റവും പ്രധാനം. മരിച്ചവരെ കർമ്മം ചെയ്യലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രാധാന്യം. ഓക്കെ. ഇവിടെ പിതൃകർമ്മത്തിന് വേണ്ടി ബലിയിടാനായിട്ട് ആൾക്കാർ ഇതിൻ്റെ പ്രതിഷ്ഠയെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. പ്രതിഷ്ഠിച്ചത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഐതിഹ്യം, എന്തുകൊണ്ട് ബ്രഹ്മാവ് ഇതിനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ഒരു ഐതിഹ്യം ഉണ്ടാവും. മഹാവിഷ്ണുവിന് ഈ കാനന ഭംഗിയുണ്ട്. ഇത് ബ്രഹ്മഗിരി എന്നാണ് ഈ മലയുടെ പേര്. ഈ മലകൾ ബ്രഹ്മാവിൻ്റെ പാദസ്പർശമേറ്റ. ഓക്കെ അതാണ് ബ്രഹ്മഗിരി എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. നെല്ലിമരത്തിലായിരുന്നു ഭഗവാൻ പ്രത്യക്ഷം. അങ്ങനെ തിരുനെല്ലി എന്ന പേര് ഈ സ്ഥലത്തിന് കിട്ടി. അപ്പോൾ അങ്ങനെ പിതൃമോക്ഷത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി പ്രതിഷ്ഠ ചെയ്യുന്നതാണ് ഐതിഹ്യം. തൊട്ടടുത്തായിട്ട് പാവനാശിനിയുണ്ട്. അവിടെ ബലിയിട്ട് ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അവരെ ആ തറവാട്ടിലുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടുന്നതാണ് ഐതിഹ്യം പറയുന്നത്. ഓക്കെ. പിതൃമോക്ഷം ഒരു ഭാഗം. അല്ലാതെ മറ്റുള്ള സാധാരണ ആൾക്കാർക്ക് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം? സാധാരണ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം ഈ ക്ഷേത്രത്തിലുള്ള മഹാവിഷ്ണുവാണ് ദേവൻ. 5000 വർഷത്തോളത്തിന് മേലെ പഴക്കമുണ്ട്. 5000-ത്തിലധികം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. ഇതിൻ്റെ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു. ഇതന്നെ ഒരു റിനോവേഷൻ കഴിഞ്ഞതായിരിക്കും. ചുരം കയറി ഹെയർ പിൻ ബെൻഡുകളെല്ലാം കടന്ന് ഏറ്റവും മുകളിലെത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ ഹെയർ പിൻ ബെൻഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. സമയം ഏതാണ്ട് 5 മണിയായി. നമുക്ക് ഏതായാലും മിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാണാം, ഇതെല്ലാം പ്രകൃതിയുടെ ഒരു കോർഡിനേഷനാണ്. നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഒരാളും കൂടെ വന്നിരിപ്പുണ്ട്. വയനാട്ടിൽ എവിടെ ചെന്നാലും ഇവരുടെ ഒരു കൂട്ടങ്ങളാണ് കാണാനുള്ളത്. വയനാടിൻ്റെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദ്വീപ് ആണ് അതിവിടുത്തെ വയനാടിൻ്റെ ഒരു വലിയ അട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ വന്നപ്പോൾ ആ കുറുവാ ദ്വീപിലേക്കാണ്.
വയനാട്ടിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് കുറുവാ ദ്വീപ് എന്ന് പറയുന്നത്. കുറുവാ ദ്വീപ് എന്ന് പറയുമ്പോൾ കബനി നദി ഒഴുകി അതിൻ്റെ കൈവഴികളിലെല്ലാം ഒഴുകി വന്നിട്ട് കുറേ ദ്വീപുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ദ്വീപ സമൂഹം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വൈൽഡ് ലൈഫാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും മുതലയൊക്കെ ഉണ്ട് ഇതിലല്ലേ, മുതലയെല്ലാം ഉണ്ട്. ഇദ്ദേഹമാണ് ഈ ചങ്ങാടം അപ്പുറത്തുനിന്ന് ഈ വശത്തേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് ഈ കബനി നദിയെയും ഈ കുറുവാ ദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്? പ്രകൃതി ഭംഗിയാണ് മെയിനായിട്ടുള്ളത്. 950 ഏക്കറിൽ ഇത് 950 ഏക്കറാണ്. പ്രകൃതി ഭംഗിയാണ്. ഓക്കെ. ഒരുപാട് ദ്വീപ് സമൂഹങ്ങളാണ്. ഓക്കെ. മെയിനായിട്ട് 7 ദ്വീപുകളാണുള്ളത്. ഇതിൽ മൊത്തം 7 ദ്വീപുകളുണ്ട്. 7 ദ്വീപുകളുണ്ട്. ഓക്കെ. അതിൽ 1 കിലോമീറ്ററോളം ടൂറിസ്റ്റുകളെ അകത്തേക്ക് വിടുന്നുണ്ട്. അവിടെ പോയിട്ട് ചെറിയ ദ്വീപുകളിൽ ഇറങ്ങുക, കുളിക്കുക, ഇതൊക്കെയാണ് പ്രകൃതി ഭംഗിയാണ് കാണാനുള്ളത്. ചങ്ങാടത്തിനാണ് രണ്ട് ഭാഗത്തും എൻട്രൻസ് ഉണ്ട്. ഓക്കെ. ചങ്ങാടത്തിലാണ് ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കാതെ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനുള്ള സേഫ്റ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിട്ട് മനുഷ്യരെക്കാൾ ഇമ്പോർട്ടൻസ് മൃഗങ്ങൾക്കും പ്രകൃതിക്ക് കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. താങ്ക് യു. യോട് ഇണങ്ങിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. യാതൊരുവിധ കോൺക്രീറ്റ് ഒന്നും ഉപയോഗിക്കാതെ മുളകൾ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പാലങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും ഇങ്ങോട്ട് കടത്തിവിടില്ല. അത്തരത്തിലുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രകൃതിയെ ആയിട്ട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഐലൻഡിൽ വന്നപ്പോഴത്തേക്ക് ഈ വന സംരക്ഷണ സമിതിക്കാരാണ് ഇതെല്ലാം സംരക്ഷിക്കുന്നത്. എന്താണ് പേരെന്താണ്? രാജേഷ് ഇവിടെ വന്നപ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നിയത് കാരണം ഇവിടെ പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചിരിക്കുക, സിമൻറ്റ് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഈ വന സംരക്ഷണ സമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പിന്നെ വനസംരക്ഷണം തന്നെയാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നെ ഇപ്പോൾ ഈ മെയിനായിട്ട് ടൂറിസവും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ഇവിടുത്തെ പ്രകൃതിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ചെറിയ ദ്വീപാണല്ലോ. ഈ ചെറിയ ദ്വീപിൽ ആനകളുണ്ടെന്ന് പറയുന്നു, സത്യമാണോ? ആനകളുണ്ട്. ഓക്കെ. ആനകളില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മളിതിനെ അളക്കരുത്. നമ്മുടെ 2 പേര് നൈറ്റ് ഉണ്ടാവും അവിടെ. ഓക്കെ. അപ്പോൾ ആ 2 പേര് ആനകൾ ഉണ്ടോ എന്ന് വന്ന് നോക്കും. നോക്കിയിട്ട് ആനകളില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അളക്കയറ്റി വിടുന്നതാണ്. ഓക്കെ. ആനക്കൂട്ടമായിട്ടൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ആൾക്കാരുടെ അടുത്തോട്ട് വരാനോ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പോയിന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇപ്പം നിങ്ങൾ കയറിയടുത്തുണ്ട് നമ്മുടെ ആൾക്കാർ, തൊട്ടിപ്പറയുണ്ട്. ഓക്കെ. ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങ് താഴെ വരെ ആൾക്കാരെ വിടുന്ന അവിടം വരെയും ഓരോ സ്ഥലത്ത് ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പം നമ്മളത് ആന ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാണല്ലോ വിടുന്നത്. അപ്പൊ പിന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കും. നിങ്ങൾ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്? രാത്രിയും പകലും ഒക്കെ ഉണ്ട്? രാത്രിയിലില്ല. രാത്രിയിൽ നമ്മുടെ 2 ആള് നൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ഈ നടപ്പാതയായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ നമുക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് പോകുക, അതാ ഒരു സൈഡിലുള്ള ആനകളെല്ലാം ഒരു സൈഡിലും മറ്റേതെല്ലാം മറ്റേ സൈഡിലുമാണ്. അങ്ങനെ ക്രോസ് ചെയ്ത് വരാറുണ്ട്. ഈ ഭാഗം ഇത് പിന്നെ ശരിക്കും നമ്മൾ ഇതിന്റെ പിന്നെ ഇടയ്ക്ക് ഓപ്പണിംഗ് ഉണ്ട്. ഇതിന്റെ ഈ ഒരു ഏരിയയിലാണ് ക്രോസ് ചെയ്യുക. ഈ ഏരിയ. അപ്പം നിങ്ങൾ ഇവിടെ ഉള്ള ഏരിയയിൽ ഇത് ഒന്നും ചെയ്തിട്ടില്ല, ക്രോസ് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ആളുകളുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം നമ്മൾ അറിയിക്കും. നമ്മളെ ആളുകളെ ഈ ഒരു ഏരിയയിലും എല്ലാം ഒഴിപ്പിക്കുമെന്ന്. എങ്ങനെയുണ്ട് ഈ ജോലി? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ. 5 മണിക്ക് എല്ലാവരെയും പുറത്താക്കും എന്ന് പറയുന്നു. ആരെങ്കിലും ഒരു 2-3 ആൾക്കാർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന എന്ത് ചെയ്യും? അത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഓരോ 50 മീറ്ററിൽ നമ്മൾ ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മൾ പരമാവധി ഇവരെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ പ്രദേശത്തുകാരാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാൾ വന്ന് വിളിക്കുക,
ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരാൾക്ക് ഇവിടെ ഒളിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആനയെ കാണണമെന്ന് വിചാരിച്ചാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇപ്പൊ ആനയെ നമുക്ക് ദ്വീപിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ കാട്ടിലൊക്കെ നമുക്ക് പോയാൽ അപ്പുറത്തെ കാട്. നമ്മളിപ്പോ വന്നില്ലേ? അതെ അതെ. ആ വഴിയിൽ ആ കാലത്ത് ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ആന ഉണ്ടായിരുന്നു. ആ സൈഡ് അവിടെ നമ്മൾ ഡ്യൂട്ടിക്ക് വരാൻ നേരത്തെ അവിടെ ആന അപ്പൊ അങ്ങോട്ട് കയറിപ്പോയി കൊമ്പനാണ്. ഓക്കെ. ഒറ്റയ്ക്കുള്ള ആനകൾ കുഴപ്പക്കാരാണോ? കുഴപ്പക്കാരാണോ എന്ന് വെച്ചാൽ കുഴപ്പക്കാരാണ്. ആണ് അല്ലേ? അവർക്ക് എന്താണ് ഈ മനുഷ്യരെ കാണുമ്പോൾ ദേഷ്യം വരെയാണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കുള്ള അതിനെ ഉപദ്രവിക്കും കഴിഞ്ഞാൽ മാത്രമേ അത് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇതിനകത്ത് വന്യമൃഗങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ആന മാത്രമേ ഉള്ളൂ? അത് കടുവ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. പേടിപ്പിക്കാതെ വെറുതെ. അല്ല, എന്താണെന്നറിയാം, ഇവിടെ തൊട്ടടുത്താണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉള്ളത്. ദ്വീപിനോട് ചേർന്ന് കിടക്കും. ആ പുഴ കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാം. അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു ആനത്താര എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇതൊരു ആനത്താര കൂടിയാണ്. ഇതിന്റെ സെൻട്രൽ ഭാഗം. ഇതിലാണ് ആനകൾ പോകുന്നത് വഴി. ഇതിലെ പോയി കഴിഞ്ഞാൽ മുത്തങ്ങ വരെ ആനയ്ക്ക് പോകുന്ന യാതൊരു തടസ്സമില്ല. നേരെ കാട് മുത്തങ്ങ വരെ പോകും. കാട് മുത്തങ്ങ വരെ ഏറെക്കുറെ എത്തും. ഇപ്പൊ ആനയുടെ കുടുംബ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. നമ്മളൊക്കെ ഒരു ഏരിയയിൽ താമസിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ഏരിയയിൽ താമസിക്കുന്നു, ആ ഏരിയയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഈ ആനയ്ക്കും അങ്ങനെ ഏരിയകളുണ്ടോ? ഇതിപ്പോൾ കണ്ണൂർ ജില്ല, വയനാട് എന്നൊക്കെ പറയുന്ന കണക്ക് സാറേ ശരിക്കും ഈ ആനകളാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ. കാരണം ആനകൾ മാത്രമേ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരു സ്ഥലത്തിന് നിൽക്കുന്ന ജീവി ആനകൾ മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ കടുവയും ഇതും പിന്നെ പുലിന്നൊക്കെ ശരിക്കും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ട്രാവലിംഗ് വന്നാലും തിരിച്ചു പോവും. പക്ഷെ ഈ പോകുന്ന വഴിയെ കാണുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ പിടിക്കും. പക്ഷെ ഒരിക്കലും പിന്നെ ആന ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഇപ്പോൾ ഇവിടെ ഒരു 2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു കൂട്ടമുണ്ട്. ആന ഇപ്പോൾ ശരിക്കും ഒരു മാസത്തോളം ഈ ഒരു ഏരിയ തന്നെയാണ് ഉണ്ട് ആ കൂട്ടം. പിന്നെ അവർ കുറെ കഴിയുമ്പോൾ ഇവിടെ തീറ്റ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോകും. അവരിങ്ങനെ ഗ്രൂപ്പായിട്ട്. ഈ മൃഗങ്ങളുടെ ജീവിതം ഒരു ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ ആനകളെന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഈ കുടുംബപരമായിട്ട് അടുത്ത ബന്ധമുള്ളതാണോ? അങ്ങനെയാണോ? കാരണം ഒരു വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു ആനക്കൂട്ടം വരികയാണ്. അപ്പോൾ കൂട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊമ്പനാന വന്നിട്ട് റോഡിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് തിരിച്ച് ആ കൂട്ടത്തിൽ ചെന്നിട്ട് വന്നോളൂ എന്ന് പറയുന്ന കണക്ക് പറയും. ഒരു കൂട്ടം കടന്നു പോകുന്ന കണക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്കൊരു വഴികാട്ടി ഉണ്ടാവും. ഉണ്ട്. അത് ആനയ്ക്കുണ്ട്. അതുപോലെ പുറകിലും ഒരാളുണ്ടാവും. ഏറ്റവും പുറകിലും ഒരാളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ ഈ 3 കിലോമീറ്റർ ഇപ്പം നടന്നു വരുന്ന സ്ഥലമല്ലേ, അവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാ ആനയും കടന്നു പോയി എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒരു ആന അതിൻ്റെ ബാക്കിൽ ഒരു ലാസ്റ്റ്. അതാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ആന മുന്നിലും ആ ഗ്രൂപ്പിൻ്റെ ബാക്കിൽ വേറൊരു ആനയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതൊരു ഫാമിലി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കണക്കല്ലേ നമുക്ക് തോന്നുന്നത്. അത് ഈ ആനയ്ക്ക് മാത്രമേ ഉള്ളോ അതാ മറ്റേ ഈ കടുവ, പുലി അങ്ങനെയുള്ള ഇതിനൊക്കെ ഉണ്ടോ എന്നുള്ളത്? എനിക്ക് തോന്നുന്നത് ആനയ്ക്ക് തന്നെയാണ്. ആനയ്ക്ക് തന്നെ. ആനയാണ് നല്ലൊരു കുടുംബമായിട്ട് കഴിയുന്നത്. മാത്രമേ ഉള്ളൂ തോന്നുന്നു സ്നേഹം. കാരണം ഈ 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടുത്തെ വഴിയിൽ പിന്നെ ശരിക്കും 2 കുഞ്ഞുങ്ങളുള്ള ആ കൂട്ടം, കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്താലും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുട്ടൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ തള്ളി ഇറക്കാനൊക്കെ നോക്കി. അങ്ങനെ കുറെ സമയം ട്രൈ ചെയ്തിട്ട് ഈ ആന ഇറങ്ങാഞ്ഞിട്ട് ആന കുഞ്ഞപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പോകും. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് മാറിയുന്നു, ബാക്കിയുള്ളത് അപ്പുറത്ത് നിന്നു. ഞങ്ങൾ അപ്പം തന്നെ അങ്ങ് പോന്നു. പക്ഷെ പിന്നീട് പക്ഷേ ആ കുഞ്ഞിനെയും കൊണ്ടേ അത് പോവുള്ളൂ. കാരണം അവർ പോയിട്ടൊന്നുമില്ല, റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. പക്ഷെ കാടിന്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഓക്കെ. നല്ല ഏത് മൃഗങ്ങളെ അങ്ങനെ ആയിരിക്കും. ഒരു പക്ഷെ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. അനിമൽസിന്റെ അങ്ങനെയാണ്. വൈൽഡ് ആനിമൽസും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ ആലോചിച്ചത്. ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ കാർ ഓടിച്ചു വന്നപ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് കാറൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞാലും ആദിവാസികൾ കാൽനടയായി പോകുന്നുണ്ടല്ലോ അല്ലേ? അവർ നടന്നല്ലേ പോകണം. അവർക്ക് കാറും വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പം അവർക്ക് ഇതിനെയൊന്നും അങ്ങനെ പേടിയില്ല എന്നുള്ളതാണല്ലേ? അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല കൊണ്ടാണ് ഈ കാടിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഈ ആദിവാസികൾ അങ്ങനെ പോകുന്നത്. ഇപ്പോഴല്ലേ ഇത്രയും സൗകര്യമായത്. കാരണം നമ്മളെ ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് കാട് കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോകണമെങ്കിൽ, എല്ലാ കാര്യത്തിനും ഒരു ടൗണിലേക്ക് പോകണമെങ്കിലും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വണ്ടിയോ വഴിയോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്തും പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നമുക്കറിയാം, ഒരു പ്രശ്നക്കാരനാണെങ്കിൽ അല്ല ഒരു ഓടിക്കുന്ന ആനയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ അതല്ലേ സെൻസ് ചെയ്യാൻ പറ്റും. മൃഗങ്ങൾക്കും
നമുക്കൊരു റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ല ചെയ്യത്തില്ല. ഏതായാലും കാണാൻ കഴിഞ്ഞതിലും ഇത്രയും വിവരങ്ങൾ അറിഞ്ഞതിലും വളരെ സന്തോഷം. ഇപ്പോൾ സാധാരണ ആൾക്കാർ പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ആണ് ഇതിനകത്തൂടെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തിനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്? പുഴയിൽ പിന്നെ ഈ ചീങ്കണ്ണി എന്ന് പറഞ്ഞ ചീങ്കണ്ണിയുണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനെ വെയിലുള്ള സമയങ്ങളിലൊക്കെ വാവിളിച്ച് ഇങ്ങനെ ചെറിയ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. വെയിലുണ്ടെങ്കിൽ കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നാട്ടിൽ വരുമ്പോഴേ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എപ്പോഴും കേൾക്കും. വന്നിട്ട് എറണാകുളവും ട്രിവാൻഡ്രവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണോ ഗോഡ്സ് ഓൺ കൺട്രി, ഇതിനേക്കാൾ ബെറ്റർ നമ്മൾ ലണ്ടനൊക്കെ കണ്ടിട്ടില്ലേന്ന് തോന്നും അല്ലേ? അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോഴാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അതായത് ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ലല്ലോ, ഇത് പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ചെറിയ തടാകങ്ങളുണ്ട്, ഈ കാറ്റുകൾക്ക് തന്നെ ഒരു സംഗീതമുണ്ട്. കാണാം ആന വന്നിരിക്കുന്ന സ്ഥലവും ഈ സൈഡിലും ആ സൈഡിലും രണ്ട് ഭാഗത്തും ആനകൾ ഇറങ്ങി കുളിക്കുന്ന സ്ഥലമാണ്. കൂട്ടമായിട്ട് വരുമ്പോൾ കുറച്ചാന ഇവിടെ ഇറങ്ങും, കുറച്ചാന അപ്പുറത്ത് ഇറങ്ങും. ഓക്കെ. പിന്നെ ഇത് പിന്നെ നമ്മുടെ ദ്വീപിൽ പെടാത്ത സ്ഥലമാണ്, ഫോറസ്റ്റാണ്. അത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പുഴ നീന്തി കടന്ന് ദ്വീപിന്റെ ഇതിലേക്ക് കടന്നു പോകും. ഇത്രയും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി ഈ സ്ഥലങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് വനസംരക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ? വനസംരക്ഷണം ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് ഈ ഒരു അടുത്ത കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് മാറ്റം വരണം എന്നുള്ള രീതിയിലേക്കൊരു വന്നിട്ടുണ്ട്. അത് നല്ലത് തന്നെ. അത് കുറച്ചുകൂടി എന്താ പറയുക, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇതിന് എപ്പോഴും ആവശ്യമാണ്. അതെ. പിന്നെ ബോധവൽക്കരണം ഇപ്പൊ ഈ നദിയൊക്കെ വറ്റി വരണ്ടതിന് ശേഷം ബോധവൽക്കരണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിൽ എങ്ങനെ വെള്ളം വരും? അപ്പൊ ഉള്ള സമയത്ത് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതേപോലെ ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ അറിവുകൾ നമ്മൾ ഒരുപാട് ഉപയോഗപ്പെടുത്തുകയും. ഇപ്പൊ നിങ്ങളെ പോലെയുള്ളവരുടെ ജോലിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കടുവയെ കാണണോ, പുലിയെ കാണണോ എന്നറിയാം. നിങ്ങൾ എപ്പോഴും കാട്ടിനകത്തല്ലേ. അങ്ങനെയുള്ള ഒരു ജോലിയെ കുറിച്ചിട്ട് എത്രത്തോളം സന്തുഷ്ടനാണ് താങ്കൾ? ജോലിയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, നല്ലൊരു ജോലിയാണെന്നുള്ള ഇതുണ്ട്. പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾക്ക് തരുന്ന പിന്നെ വേതനം, ആനുകൂല്യങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരല്ല, വളരെ കുറവാണ്. പക്ഷെ ചെയ്യുന്ന ജോലി നല്ലൊരു ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഗൈഡുകളെ കണ്ടു, ആണുങ്ങളെയാണ് കണ്ടത്. അപ്പോൾ സ്ത്രീകളും ഇതിനകത്ത് ഗൈഡുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആനകളെയും മൃഗങ്ങളെയും കാണാറുണ്ടോ? ഇവിടെ സാധാരണ ഒരു ചെറിയ പനി വന്നാൽ പേടിച്ചോടുന്നതാണല്ലോ സാധാരണ സ്ത്രീകളൊക്കെ. കണ്ട് ശീലമായതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല. ആനയെ കണ്ടാലൊന്നും പേടിയൊന്നുമില്ല. അല്ല, ഞങ്ങളിപ്പോൾ നേരത്തെ കണ്ടു ആനക്കൂട്ടങ്ങൾ വന്ന് ഇറങ്ങി കുളിക്കുന്ന സ്ഥലം കണ്ടു. നമ്മൾ ഈ ജോലിയിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്? റിസ്ക്കുള്ള ജോലിയാണ്. എന്നും റിസ്ക് ആണ് അല്ലേ? കാട്ടിലായതുകൊണ്ട് എന്നും റിസ്ക്കുള്ള കാടും വെള്ളമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും റിസ്ക് ആണ്. അപ്പൊ ഈ കാട്ടിൽ നടക്കും നിങ്ങൾ ഒറ്റയ്ക്ക് രണ്ടുപേരെങ്കിലും എപ്പോഴും കാണും? എപ്പോഴും രണ്ടുപേരുണ്ടാവും. ഓക്കെ. ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ല, ഞാൻ ഈ കാട്ടിലൂടെ വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇത് വരുന്ന വഴി ഒരു പാമ്പിനെ കണ്ടു. നമുക്ക് പേടിയാണ്. ഇനിയിപ്പോൾ അടുത്ത എന്താ മലമ്പാമ്പാണോ എന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ എത്രയോ മണിക്കൂർ ഇവിടെ നിൽക്കുന്ന നമുക്ക് ഇത്രയും പേടി. അപ്പോൾ എന്നും ശീലമായിക്കൊള്ളും. ഓക്കെ. എന്ത് പേരെന്താ പറയുക? ഇന്ദിര സുനിത. താങ്ക് യു. കണ്ടു.
കുറുവ ഐലൻഡിൽ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ചെറു നീർച്ചാലുകൾ, ചെറിയ ചെറിയ പാറക്കെട്ടുകൾ. സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും മനോഹരമായൊരു ദൃശ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയത്തില്ല. ഈ കുട്ടികൾ വരെ ഇറങ്ങി നീർച്ചാലുകളിലൊക്കെ, ഇത് കാടിൻ്റെ ഉള്ളിലാണെന്നും മനസ്സിലാക്കണം. കാടിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം, ചെറിയ ചെറിയ ദ്വീപുകളാണ്. കബനി നദി മലനിരകൾ താണ്ടിയിട്ട് ചെറിയ ചെറിയ കൈവരികളിലൂടെ വന്നിട്ടാണ് ഇത്രയും ദ്വീപുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ ചെറിയ ചെറിയ ദ്വീപുകളാണ്. മൊത്തം ഈ ഐലൻഡ് പറയുകയാണെങ്കിൽ ഏതാണ്ട് 1000-ഓളം 950 പുറത്ത് ഏക്കർ സ്ഥലമാണ് ഈ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ ചെറിയ ഐലൻഡുകളാണ് ഇതെല്ലാം. നമുക്ക് പ്രകൃതി തന്നെ ശ്വസിക്കാൻ നല്ല വായുവും കുടിക്കാൻ നല്ല ജലവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ ഒരിക്കലും താഴെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാം വളരെ ക്ലിയറായിട്ട് കാണാം. അത്രയും ശുദ്ധ ജലമാണ് നമുക്ക് പ്രകൃതി തരുമ്പോഴാണ് നമ്മൾ തന്നെയാണ് പ്രകൃതിയെ ദ്രോഹിക്കുന്നത്. വയനാട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് വൈൽഡ് ലൈഫ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഹോളിഡേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ, വൈൽഡ് ലൈഫ് ഹോളിഡേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ആഫ്രിക്കയാണ്. ഇപ്പോൾ ആഫ്രിക്ക പോലെ തന്നെ അത്ര മനോഹരമായ ഒരു വൈൽഡ് ലൈഫ് കേരളത്തിലുമുണ്ട്. ഇത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി തോൽപ്പെട്ടി. വയനാടിൻ്റെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ഈ ജീപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ ചെറിയ വിശ്വാസമേ ഉള്ളൂ. നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ആളാണ്. എന്താ പേരെന്താ? സാദിക്കിൻ്റെ വിശ്വാസത്തിലാണ് പോകുന്നത്. സാദിക്കേ, പ്രശ്നമൊന്നും വരത്തില്ലല്ലോ? ഒന്നുമില്ല, ഇന്ന് വരെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആനകളൊക്കെ കാണാൻ വഴിയിലും മൃഗങ്ങളെയൊക്കെ ഒരു പക്ഷേ കാണാൻ പറ്റുമെന്നാണ് ഭാഗ്യം പോലെ. ഓക്കെ. അങ്ങനെ ആഫ്രിക്കയിൽ പോകാതെ തന്നെ നമ്മളൊരു വൈൽഡ് ലൈഫ് സഫാരി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ വയനാടിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. എനിക്കും വിഷമമുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്ഥലം
കേരളത്തിലുണ്ടല്ലോ, അത് വളരെ മനോഹരമായി തന്നെ ഗവൺമെൻറ്റും പ്രത്യേക ശ്രദ്ധയെടുത്ത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണും വരെ നന്ദി, നമസ്കാരം.